നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ നഗരസഭാ പ്രദേശത്ത് വെള്ളക്കെട്ടിനിടയാക്കിയത് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അപര്യാപ്തതയും അശാസ്ത്രീയമായ കാന നിർമ്മാണവും മൂലമെന്ന് LDF. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ മാലിന്യങ്ങൾ തടഞ്ഞുനിന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണെന്നും അടിയന്തരമായി അവ നീക്കം ചെയ്തതായും മുനിസിപ്പൽ ചെയർമാൻ. ബുധനാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിന്റെ ആരംഭത്തിലാണ് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ വിഷയം ഉന്നയിച്ചത്. മഴയെ തുടർന്ന് മുനിസിപ്പൽ മൈതാനം അടക്കം സമീപ റോഡുകളെല്ലാം വെള്ളക്കെട്ടിലായതായി PV ശിവകുമാർ ചൂണ്ടിക്കാട്ടി. ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അപര്യാപ്തതയും അശാസ്ത്രീയമായ കാന നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. നേരത്തെ 6 അടി വീതിയുണ്ടായിരുന്ന കാന കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വീതി കുറച്ച് സ്ലാബിട്ട് മൂടിയിരിക്കുകയാണ്. കിഴക്കു ഭാഗത്തു നിന്നും വരുന്ന വെള്ളം രാമൻചിറ തോട് വഴി ഷൺമുഖം കനാലിലേക്ക് ഒഴുകുന്നത് ഈ തോടിലൂടെയാണ്. ഇക്കാര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും PV ശിവകുമാർ ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചടങ്ങ് മാത്രമായെന്ന് LDF അംഗം CC ഷിബിൻ വിമർശിച്ചു. മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട പ്രവർത്തനങ്ങൾ മഴ ആരംഭിച്ചതിനു ശേഷമാണ് തുടക്കം കുറിച്ചതെന്ന് CC ഷിബിൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിൽ മാലിന്യം തടഞ്ഞു നിന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്നും അടിയന്തരമായി അവ നീക്കം ചെയ്തതായും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. കാനകളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തതോടെ നീരൊഴുക്ക് സുഗമമായി നടക്കുന്നുണ്ടെന്നും MP ജാക്സൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് കാലതാമസമുണ്ടാക്കിയതായും MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. നഗരസഭയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ സേവനം ദീർഘിപ്പിക്കുന്ന അജണ്ടയിൽ LDF അംഗങ്ങൾ വിയോജിച്ചു. ഡോഗ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്ന് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. വലിയ ഒരു വിപത്തിനെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നത്. ഇക്കാര്യത്തിലുള്ള പ്രാദേശികമായ എതിർപ്പ് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് മന്ദിരം പൊളിച്ചു നീക്കി ട്രിച്ചി മോഡൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള 1 ഏക്കർ 25 സെന്റ് സ്ഥലം വിട്ടുകിട്ടുന്നതിന് സർക്കാർ അനുമതിക്കായി കത്ത് നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരസഭ ബസ് സ്റ്റാൻഡ് മന്ദിരം പുതുക്കി നിർമ്മിക്കുന്നതിന് DPR തയ്യാറാക്കാനും കൗൺസിൽ യോഗം അനുമതി നൽകി. നഗരസഭാ മാർക്കറ്റിലെ പൈതൃകം നിലനിർത്തി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് നിർമ്മിക്കുന്നതിനും DPR തയ്യാറാക്കും. നഗരസഭയിലെ 5 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള റോഡുകൾ BC മെത്തേഡിൽ ടാറിംഗ് നടത്തുന്നതിനും പദ്ധതി തയ്യാറാക്കാൻ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ഒരു ഉദ്യോഗസ്ഥര് തെക്കുന്നു മടക്കുന്നു ഉദ്യോഗസ്ഥരാ അവർക്ക് ഇതിനെ ആച്ചോക്കായിട്ട് വെള്ളമൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു മനസ്സിലാണ് വലിയ വീഴ്ച. അപ്പൊ എല്ലാ വേസ്റ്റും ആ വേസ്റ്റ് വന്ന് ആ പൈപ്പിൽ വന്നിട്ട് പെട്ടെന്ന് പ്രശ്നമായി. അപ്പോൾ അത് ആ പൈപ്പ് നമ്മൾ കാലം
നമ്മുടെ നഗരസഭയിലെ ഈ 43 വാർഡിലും നല്ല റോഡുകളുള്ള നന്നായി ഒരു സിനിമ ഉണ്ടാകാനായിട്ട് പറ്റും. പിന്നെ ഡോഗ് ഷെൽട്ടറിന്റെ നടപടിയിൽ മാറ്റം വരുന്നതിന്റെ നടപടിയിൽ കൗൺസിൽ മുന്നോട്ട് പോകും. അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാട് വലിയ വിപത്തിനെ നേരിടാനായിട്ട് പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കൂടിയിട്ട് നമുക്ക് നമ്മൾ തന്നെ പരിഹരിച്ചു നോക്കാം. നമ്മുടെ കുട്ടികൾക്ക് കഷായം കൊടുക്കുന്ന വായന ഉള്ളിൽ സ്പൂൺ കുത്തി കഴിഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ പോകുന്ന ചെറിയ കുട്ടികൾക്ക് കഷായം കൊടുക്കുന്നത്. അപ്പോൾ അതെന്താ കാരണം മരുന്നാണ് അത് വലിയ രോഗമാർഗ്ഗം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ വലിയ വിപത്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ പെരുമായയുടെ പ്രശ്നം ആര്യാസം കഴിച്ചിട്ട് ബോംബ് പൊളിച്ചു, സുകുമാരനെ നേരിട്ട് കഴിച്ചു, ഇവിടെ സിദ്ദിഖിനെ കഴിച്ചു, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുക. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ആൾക്കാർക്ക് ചെറിയ അവരുടെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പല സ്ഥലത്തും നോക്കി 100 മീറ്ററിനുള്ളിൽ വീടില്ലാത്ത വേറൊരു സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എവിടെ പോകുമ്പോൾ ആൾക്കാർക്ക് പരാതി അറിയണം. അങ്ങനെയാണല്ലോ എന്ത് വന്നാലും പരാതിയാണ്. കാലത്ത് 5 മണിക്കാണ് കണ്ടില്ല പോകുന്നത്. കാലത്ത് 5 മണിക്ക് പോയി കുടിക്കണമെന്ന് ഷാപ്പ് പാടുന്നതുകൊണ്ട് പരാതി ഇല്ല. 5 മണിക്ക് പോയി ഷാപ്പിൽ പോയി കുടിക്കുക. ഇവിടെ വന്ന് എന്നോട് പരാതി പറയാം. അതവിടെ മാറ്റണം, ഷാപ്പ് മാറ്റണം. നമുക്കറിയാൻ അത് പറയാൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല 5 മണിക്ക് കളിക്കാതെ കൊണ്ടുപോയി എനിക്കറിയില്ല. ഞാൻ ഓരോരുത്തരും സ്വകാര്യമായിട്ട് നെഗറ്റീവ് പോകുന്നു. നെഗറ്റീവ് പോകുമ്പോൾ അതിന് പ്ലാനിന്റെ അടുപ്പത്തിനായിട്ടുള്ള ട്രെയിനിങ് സംവിധാനം ആരും ഏർപ്പെടുത്തിയിട്ടില്ല. ആദ്യം നെഗറ്റീവ് നമ്മുടെ സമയത്ത് നെഗറ്റീവ് വന്നു. പിന്നെ ഏറ്റവും അവസാനം നേരത്തെ ആൾ ഒരുപാട് പ്രശ്നം വരണ്ടേ. അവിടെ കോവിഡില്ലാത്ത പ്രശ്നവും വെള്ളം പോകാത്ത പ്രശ്നങ്ങളും അപ്പുറമാണ്. അത് കാരണം കൊണ്ടാണ് ഈ 3 പ്രദേശത്തും നമുക്ക് എന്നും തലവേദന ഉണ്ടാക്കുന്ന 3 പ്രദേശത്താണ് വെള്ളക്കെട്ടിന്റെ പ്രദേശം. ഇരിങ്ങാലക്കുട വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല. ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് ചെരിഞ്ഞ ഭൂപ്രദേശമാണ്. അങ്ങനെ ഭൂമിശാസ്ത്രം പഠിച്ചോ? ഒരു ചെരിഞ്ഞ ഭൂപ്രദേശം ഒരിക്കലും നമുക്ക് വെള്ളം കിട്ടില്ല, ശരിക്കും കിട്ടില്ല. ഈ നിൽക്കുന്നതിൽ 3 സ്ഥലത്ത് നിൽക്കാനുള്ള കാരണം അശാസ്ത്രീയമായി എല്ലാവരും അവർക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്ക് പാടം നിരത്തി അവിടെ വീട് വെച്ചിട്ടുണ്ടായതാണ്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച MLA എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷൈൻ AV, സുനിൽകുമാർ CK, ഹെഡ്മിസ്ട്രസ് സുഷ KS, അസീന PB, SMC ചെയർമാൻ സൗമ്യ PK, MPTA പ്രസിഡന്റ് വിനീത KV എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ ബിന്ദു P. ജോൺ സ്വാഗതവും VHSE വിഭാഗം പ്രിൻസിപ്പൽ ഹേന KR നന്ദിയും പറഞ്ഞു. MLA തോമസ് ഉണ്ണിയാടൻ അവர்களാണ് ആദ്യമായി ദീപം തെളിയിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയം, ഈ ഗവൺമെന്റ് വിദ്യാലയം മികച്ച വിജയം കരസ്ഥമാക്കിയപ്പോൾ ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും പ്രിയപ്പെട്ട അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയം ഗവൺമെന്റ് വിദ്യാലയം എന്ന് സൂചിപ്പിച്ചത് നമ്മുടെ വിദ്യാലയം എന്ന് നമുക്കൊക്കെ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നേടുന്ന ഓരോ വിജയവും നമ്മുടെ സ്വന്തം വിജയമാണ്. അങ്ങനെയുള്ള ഈ വിദ്യാലയത്തിൽ കുറേ കുട്ടികൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിലേറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ SLC വിഭാഗവും പ്ലസ് വിഭാഗവും ഒക്കെ തന്നെ 100% ഇല്ല, SLCക്ക് 100% വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന വിദ്യാലയമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മികച്ച നിലയിൽ മുന്നോട്ടുള്ള യാത്ര തുടരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞാൻ എല്ലാ അഭിനന്ദനവും നേരുകയാണ്. എക്സലൻസ് അവാർഡ് ആദ്യമായി 100% വിജയികളെ ഗേൾസ് ഹൈസ്കൂൾ അഞ്ജലി സുരേഷ് ആണ്. ശ്രീലക്ഷ്മി ബിനുരാജ്, അഞ്ജലി സുരേഷ്.
കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2024 യുവ പ്രതിഭയ്ക്കുള്ള ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിന് അർഹനായ കൂടിയാട്ട താളവാദ്യ കലാകാരൻ കലാമണ്ഡലം രവികുമാറിനെ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് കൗൺസിലർ ഡെലി സിജു യോഹന്നാൻ, VP രാധാകൃഷ്ണൻ, സിജു യോഹന്നാൻ, വർഗീസ് ജോൺസൺ, സനൽകുമാർ M, വർഗീസ് തെക്കേക്കര, കൃഷ്ണകുമാർ വള്ളൂപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. അതെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. ഇംഗ്ലീഷിനുള്ള ഡോക്ടറേറ്റൊക്കെ ആയി ഏറ്റവും നല്ല നിലയിൽ ഇരിഞ്ഞാലക്കുടയിലെ ഒരു സംഗീതത്തിൻ്റെ മധ്യത്തിൽ കലകൊണ്ടിരിക്കുന്ന ഒരു താരങ്ങളായിട്ട് കിട്ടണം. രവി അതുപോലെ അതേ പാതയിൽ ഇരിഞ്ഞാലക്കുടക്കാർക്ക് അഭിമാനമായിട്ട് ഇരിഞ്ഞാലക്കുടക്കാർക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള നാടാണ് ഇരിഞ്ഞാലക്കുട. നമ്മുടെ പഴയ അഭിമാനങ്ങളൊക്കെ കാലം പറഞ്ഞ് പോയിപ്പോൾ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പഴയ ആളുകളിൽ നമ്മൾ പോയി പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന കുറേ കൂടി നല്ല രീതിയിൽ ആറിൻ്റെ പേര് പ്രശസ്തി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനായിട്ട് സാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഇനി കൂടുതൽ വരുമ്പോഴേക്ക് എത്താനും കൂടുതൽ നേട്ടങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നേടിയെടുക്കാനും സാധിക്കട്ടെ. അതുവഴി ഇരിഞ്ഞാലക്കുടയുടെ നാമം എല്ലാ സ്ഥലത്തും വ്യാപിക്കാനും ഇരിഞ്ഞാലക്കുട നിന്ന് എല്ലാവരും അവരുടെ നാവ് കൊണ്ട് പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി വളരെ സന്തോഷം തോന്നുന്ന ഈ നിമിഷങ്ങൾ. കാരണം ഇങ്ങനൊരു അംഗീകാരം കിട്ടിയപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. സംഗമേശന് നന്ദി പറയുന്നു. എല്ലാവിധ നന്ദി പറയുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ആയുഷ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സൗജന്യ യോഗ പരിശീലന ക്യാമ്പ് കാറളം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വൃന്ദ അജിത് കുമാർ, NB പവിത്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KB ഷമീർ, അഡ്വക്കേറ്റ് അനീഷ് ശശിധരൻ, കാറളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു നായർ എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസീന സജയൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO N രാജേഷ് നന്ദിയും പറഞ്ഞു. അങ്ങനെ ആഗ്രഹിക്കുക എപ്പോ പോവർട്ടി ലെവലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അല്ലേ? ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി പോകണമെന്ന് ആരും ജീവിതത്തിൽ ചിന്തിക്കും. നമ്മൾ കുട്ടിപ്രായത്തിൽ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ മാറി നല്ല നിലയിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ആരെങ്കിലും പ്രവർത്തിക്കും. താഴെത്തട്ടിലേക്ക് ബിലോ പോവർട്ടി ലെവലിലേക്ക് പോകണമെന്ന് ആരും ആഗ്രഹിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കേസോ മറ്റുള്ള ആവശ്യങ്ങളോ സൗജന്യമായി എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ BPL കാർഡ് ആവണമെങ്കിൽ നമുക്ക് BPL ആയി കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ കാണുന്നതിന് വേണ്ടി ഓടുക. പിന്നെ എന്നാ എങ്ങനെയെങ്കിലും ഒന്ന് BPL ആക്കി തരണേ. മറ്റാവശ്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ നമ്മളെവിടേക്ക് പോവുക? നാഷണലൈസ്ഡ് ബാങ്കിൽ ഓടിച്ചെന്ന് IOB ആയിക്കോട്ടെ SBI ആയിക്കോട്ടെ ഓടിച്ചെന്നിട്ട് പറയും ഞാൻ എബോ പോവർട്ടി ലെവലാണ്, എനിക്ക് APL ആണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അവിടെ നിന്ന് എഴുതി കിട്ടിയാല എഡ്യൂക്കേഷൻ ലോൺ കിട്ടുക. അപ്പോൾ അങ്ങനെ നേട്ടം എന്താ പറയാ, അങ്ങനെ നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി APL ആവാനും BPL ആവാനും ആളുകൾ തയ്യാറാവും. എന്ത് വേണമെങ്കിലേ സൗജന്യം കിട്ടുന്നതിന് വേണ്ടി BPL ആവാം, APL ആവാനും. ഞാൻ പറഞ്ഞു വന്നത് നമുക്കപ്പോൾ രോഗം ഉണ്ടായി കാണുന്നതിനല്ല, നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ആരോഗ്യമുള്ള സന്തോഷമുള്ള എന്തുണ്ടാവുള്ളൂ, മനസ്സുണ്ടാവുള്ളൂ. മനസ്സെവിടെ? ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.